ഹലോ അസ്സലാമു അലൈക്കും. പിന്നെ ഇന്നത്തെ വർക്ക് ഞങ്ങൾ മങ്കടയിലാണ് കേട്ടോ. മങ്കടയിൽ വിനോദേട്ടൻ എന്ന് പറഞ്ഞ ആളെ വീട്ടിലാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആൾ വീട് പണി ഇങ്ങനെ പതുക്കെ വളരെ സ്ലോവിലാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കയറ്റിയ വീട് കുറച്ച് ലക്ഷറി വീട് തന്നെയാണ്. അപ്പോൾ അവർ മുന്നൊരു അടുപ്പുണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ അടുപ്പിൻ്റെ പൊസിഷൻ മാറ്റിയിട്ട് പുറത്തേക്ക് വേറൊരു അടുപ്പൊക്കെ കണ്ടിട്ട് നമ്മളെ വിളിച്ചതാണ്. അപ്പോൾ എന്തായാലും ആ വർക്കിൻ്റെ വിശേഷങ്ങളായിട്ട് കാണാം കേട്ടോ. അവരുടെ വീടിന് മുറ്റത്ത് ഡിസൈൻ ചെയ്ത് വെച്ച വർക്കുകളാണ്. ഇതിൻ്റെ ഫുൾ ഫിനിഷിങ് വർക്കുകൾ കഴിഞ്ഞിട്ടില്ല. വലിയൊരു മതിൽക്കെട്ടുണ്ട്. മതിൽക്കെട്ടിന് മുകളിലൊക്കെ ഒരു അടിപൊളി ആർട്ടിസ്റ്റ് വർക്കുകളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഫിനിഷിങ് കഴിയാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ഫ്രഷ്നെസ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവിടെ ആയിരുന്നു അവർ ആദ്യത്തെ അടുപ്പുണ്ടായിരുന്നത്. അടുപ്പ് അവർ മാറ്റിയിട്ട് ഇപ്പോൾ ഈ പൊസിഷനിൽ കൊണ്ടുവരണം കേട്ടോ. ഓക്കെ, നമ്മളിവിടെ 2 പൈപ്പാണ് കൊടുക്കുന്നത്. ഏറ്റവും ടോപ്പിലേക്ക് പൈപ്പ് കൊടുക്കാനാണ് ഒരു കണക്കുള്ളത്. അവിടെ നമ്മൾ വെക്കുന്ന അടുപ്പെന്ന് വെച്ചാൽ ഏറ്റവും വലിയ 10 അടുപ്പാണ്. കാൽസ്യം സിലിണ്ടർ വെച്ചിട്ട് ചെയ്യുന്ന അടുപ്പാണ് കേട്ടോ. ഓക്കെ, ഇതിൻ്റെ ബാക്കി വീഡിയോസായിട്ട് കാണാം. അങ്ങനെ ഞങ്ങളേ ഇവിടുത്തെ വർക്ക് കഴിയാൻ കുറച്ച് ഡിലേ ആയിട്ടോ. അപ്പോൾ വർക്ക് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകേണ്ടി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അവർ വീടിൻ്റെ ലൈറ്റൊക്കെ ഒന്ന് ഇട്ട് കാട്ടി തന്നാൽ അവരുടെ വീടിൻ്റെ വർക്ക് ഏകദേശം 90% വർക്ക് കഴിഞ്ഞ് തുടങ്ങിയിരിക്കുന്നത്. അല്ല, ലാസ്റ്റ് ഫൈനലിയാണ് നമ്മളൊരു ഔട്ട് സൈഡിൽ അടുപ്പുണ്ടാക്കേണ്ടി വന്നതാണ്. എന്തായാലും ഇതാണ് അവരെ വീട്. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ഒന്ന് കാട്ടി തരച്ചിട്ട് എടുക്കാണ്ട് വീഡിയോ. ഞങ്ങൾ വർക്ക് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കേ അവർ ഫുഡ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി കേട്ടോ. ഞാൻ ജസ്റ്റ് ഈ വീഡിയോയിലേ ഏട്ടൻ്റെ പേരെന്ന് പറഞ്ഞിട്ട് ഏതായാലും വിനോദ്. നിങ്ങൾ വർക്ക് ചെയ്യുന്നത് നമ്മൾ മങ്കടയാണ് കേട്ടത്. അപ്പോൾ ആളെ വീട്ടിലാണ് നമ്മളിന്ന് വർക്ക് ചെയ്തിരിക്കുന്നത്. അവർ നമ്മളെ യൂട്യൂബിലൂടെ നമ്മളെ മറ്റുള്ള ചാനലിൽ നമ്മളെ വീഡിയോസ് കണ്ടിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്തതാണ്. പിന്നെ അപ്പോൾ അവർ വീടിൻ്റെ വർക്ക് ഏകദേശം ഒരു 90% കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്കൊരു വീഡിയോ എടുക്കാൻ തോന്നിയപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. ഓക്കെ, ഇവരെ വർക്കുകൾ പ്രത്യേകിച്ച് എനിക്കിതിനെ കുറിച്ചിട്ടൊന്നും പറയാനില്ല. ചെയ്ത വർക്കുകളൊക്കെ ഒന്നിനൊന്നും വെച്ചാണ് കേട്ടോ. എല്ലാം ബെറ്ററാണ്. കാരണം എന്താ വെച്ചാൽ അവരൊരു എന്തെന്നാ പറയുക, അവർ സിവിൽ എൻജിനീയറിംഗ് ആണ്. അവർ വാട്ടർ അതോറിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വർക്കുകളെ കുറിച്ചിട്ട് കൂടുതൽ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് അവർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന വർക്കുകൾ കംപ്ലീറ്റ് A to Z എന്ന് പറയാം. ഫുള്ള് നല്ല ലക്ഷറി ഫീലാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്തായാലും കുറച്ച് ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ബാക്കി കിടക്കുന്നതാണ്. അപ്പോൾ അവരുടെ ബെഡ്റൂം കാര്യങ്ങൾ, ഷെൽഫ് റൂം, മിറർ സെറ്റിങ് എല്ലാം നല്ല സൂപ്പറായിട്ടുണ്ട്. ഓക്കെ, അവരുടെ മാർബിൾ ഉണ്ടല്ലോ, ഒരു വെറൈറ്റി മാർബിള്. അയ്യോ, അടിച്ചുപൊളി ബെഡ്റൂം.
അപ്പോൾ ഇതാണ് കേട്ടോ അവരുടെ മെയിൻ കിച്ചൻ്റെ എല്ലാ വർക്കുകളും കഴിഞ്ഞ് വെച്ചതാണ്. ഇവിടെ പറയുന്ന മാതിരി കബോർഡ് വർക്ക് കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ഓൾറെഡി അവർ ഹോബ് ഗ്യാസ് സ്റ്റവ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിങ്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിരുന്നു അവർ ആദ്യം ചെയ്തിരുന്ന അടുപ്പ്. ഇപ്പോൾ അല്ലാത്ത അടുപ്പ് ഇവിടെ സെറ്റ് ചെയ്തിരുന്ന വേറെ ടീം. അപ്പോൾ അവർക്കത് മെയിൻ കിച്ചണിൽ ഈ അടുപ്പ് മാറ്റണം. കാരണം ഇവിടെ വിറക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് ഫീൽ ചെയ്തിട്ട് ഇവിടുന്ന് അവർ അടുപ്പ് മാറ്റിയിട്ട് പിന്നെ അവർ പുറകുവശത്തേക്ക് അടുപ്പ് മാറ്റിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വരെ 2 സിങ്ക് ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ലക്ഷറി ഫീൽ ചെയ്യുന്ന സിങ്കാണ്. അത്യാവശ്യം വിലകളാണ്. 10, 20,000, 22,000 രൂപ വില വരുന്നതാണ്. ഈ ഹോബിനും ഏകദേശം 10-30 റുപ്യയുടെ ഏകദേശം റേറ്റ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഉള്ളത്. ഇത് ചെറിയൊരു ടീ പോയി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വാളിലൊക്കെ നല്ല അടിച്ചുപൊളി ടൈൽസാണ് കൊടുത്തിട്ടുള്ളത്. എനിക്കതിനെ കുറിച്ച് കൂടുതലൊന്നും ആധികാരികമായിട്ട് പറയാൻ അറിയില്ല. പക്ഷെ നമ്മൾ കണ്ട വർക്കുകൾ നമുക്കൊരു രസം തോന്നുമ്പോൾ നമ്മൾ എടുക്കുന്ന വീഡിയോസുകളാണ്. അപ്പോൾ നമ്മൾ അടുപ്പ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഔട്ട് സൈഡിലാണ് കേട്ടോ. ഇതെന്ന് വെച്ചാൽ ഇവരിപ്പോൾ വീടിൻ്റെ ഭാഗം ഫുൾ വർക്ക് കഴിഞ്ഞെങ്കിലും ഈ ഒരു ഏരിയ ഇവർ ഇപ്പോൾ ചെയ്തതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഔട്ട് സൈഡിലാണ് നമ്മൾ അടുപ്പ് ഫിറ്റ് ചെയ്തിട്ടുള്ള. ഇവിടെ ഒരു സിങ്ക് വരാൻ കഴിക്കുന്നുണ്ട്. ഇവിടെ വലിയൊരു മതിലാണ്. ഇവരെ വീടിൻ്റെ ബൗണ്ടറിയാണ് ഉള്ളത്. ഇവിടെ തിരുമണ കല്ല് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വലിയൊരു മതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ മതിലിൻ്റെ സൈഡിലും എൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് ഒരുപാട് സിമെൻറ്റിലുള്ള ഡിസൈൻ വർക്കുകളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ആ ഹാളിൽ നിന്ന് നേരെ നോക്കിയാൽ കിട്ടുന്ന സ്പേസിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ വാളിൻ്റെ അതായത് ആ മതിലിൻ്റെ നേരെ അടിഭാഗത്താണ് നമ്മൾ പൈപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ പൈപ്പ് 2 പൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ താഴെയാണ് നമ്മൾ നമ്മൾ ഈ അടുപ്പ് ചെയ്തിരിക്കുന്നത്. ഈ അടുപ്പെന്ന് വെച്ചാൽ കൂടുതൽ ആളുകളും സെലക്ട് ചെയ്യുന്ന പട്ടാമ്പി അടുപ്പ് എന്ന് വെച്ചാൽ ബെസ്റ്റ് ക്വാളിറ്റിയിൽ ചെയ്യുന്ന അടുപ്പാണ്. ഈ അടുപ്പിന് നമുക്ക് വരുന്നത് 18 റുപ്യാണ് റേറ്റ് വരുന്നത്. ഇതിൽ 10-12 അളവിലാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കുറഞ്ഞ ക്വാളിറ്റി എന്ന് വെച്ചാൽ 16 റുപ്യാണ് വരുന്നത്. അതിനും കുറഞ്ഞതെന്ന് വെച്ചാൽ 14,000 റുപ്യാണ് വരുന്നത്. അപ്പോൾ പല ആളുകൾക്കും സംശയം ഉണ്ടാവും നമ്മുടെ അടുത്ത് അടുപ്പിൻ്റെ റേറ്റ് കൂടുതലാണ് എന്നുള്ളത്. പക്ഷേ നമ്മൾ അടുപ്പിൻ്റെ മെറ്റീരിയൽസിനനുസരിച്ചിട്ടാണ് റേറ്റ് മേടിക്കുന്നത്. ഈ അടുപ്പ് 13,000 രൂപ മുതൽ 18 രൂപ വരെ വരുന്ന അടുപ്പാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവർ സെലക്ട് ചെയ്യുന്നതിൽ നല്ല ടോപ്പ് അടുപ്പുകളും ഗ്യാസ് സ്റ്റവും ടൈൽസും മറ്റുള്ള വർക്കുകളൊക്കെ അവർ സെലക്ട് ചെയ്തിട്ട് ഈ അടുപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് എത്തിയതാണ്. അവർക്ക് നമ്മളുടെ വീഡിയോസുകളും മറ്റുള്ളവർ നമുക്ക് വേണ്ടി ചെയ്ത വീഡിയോസിൻ്റെ കടിയിലുള്ള കമൻറ്റുകളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അവർ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. എന്തായാലും സന്തോഷം. ഞാൻ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തെന്ന് മാത്രം. ഇതിൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ അഡീഷണലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുപ്പ് കത്തിക്കുന്നതിൻ്റെയും അടുപ്പിൻ്റെ ടൈൽസ് കാര്യങ്ങളൊക്കെ ഒട്ടിച്ചതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഇൻഷാ അല്ലാഹ് പിന്നീട് ഉണ്ട് കേട്ടോ. ഓക്കെ.